അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ളത് എന്ന് പറയാൻ എന്താണുള്ളത്? ഭൗതികമായ വിഷയങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഓരോരുത്തർക്ക് പല തരത്തിലുള്ള ക്രൈസുകളാണ്, ഇഷ്ടങ്ങളാണ്. ചിലര് വിലപിടിപ്പുള്ള വാഹനങ്ങളോട് വലിയ ഇഷ്ടം വെക്കുന്നവരായി, ചിലര് വിലപിടിപ്പുള്ള വാച്ചുകൾ വല്ലാതെ സ്നേഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെ പല ദുന്യവിയായ ആകർഷണീയതയുള്ള പല വിഷയങ്ങളിലേക്കും ഇഷ്ടമുള്ള മനുഷ്യ വിഭാഗങ്ങൾ ഒരുപാടുണ്ട്. ചിലര് വീടുകൾ അവരുടെ സ്വപ്നഭവനമായി, അവരുടെ ജീവിതത്തിൽ എത്ര വലിയ ത്യാഗം സഹിച്ചും ആ സ്വപ്നഭവനം ഭംഗി കൂട്ടാൻ, അലങ്കരിക്കാൻ പ്രയത്നിക്കും, പ്രവർത്തിക്കും. അപ്പൊ അത്തരത്തിൽ ഓരോരുത്തരും ഓരോ ചിന്തയിലായിരിക്കും. അങ്ങനെയുള്ള ഓരോരുത്തരോടും ഏറ്റവും വിലപിടിപ്പതുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് എണ്ണമറ്റ കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, 25 ലക്ഷം രൂപയുടെ വാച്ച് കയ്യിൽ കെട്ടി നടക്കുന്നവരാണ്. അതേപോലത്തെ വാച്ച്, 25 ലക്ഷത്തിന്റെ വാച്ച് കെട്ടുന്നതിനപ്പുറം കേവലം 250 രൂപയുടെ വാച്ച് കെട്ടി നടക്കുന്നവർ, ഈ 25 ലക്ഷത്തിന്റെ വാച്ചിന്റെ സെക്കൻഡ് സൂചിയുടെ നടത്തവും 250 രൂപയുടെ വാച്ചിന്റെ സെക്കൻഡ് സൂചിയുടെ നടത്തത്തിന്റെയും മൂല്യം ഒന്നാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരുണ്ട്, ആപ്പിൾ ഉപയോഗിക്കുന്നവരുണ്ട്, ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള മറ്റു ഫോണുകൾ. എന്നാൽ ഫോണുകളുടെയൊക്കെയും പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടാവാം. എന്നാലും ഒരു ഫോണ് വിളിക്കുക, ഫോണ് വരിക എന്നതിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. വിലപിടിപ്പുള്ളതിൽ അതിൻ്റെതായ മാറ്റങ്ങളും അതിൻ്റെതായ ഉപകാരങ്ങളും ഉപയോഗങ്ങളും ഉണ്ടാവാം. എന്ത് തന്നെ ആയാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് പറയാൻ ഈ പറയുന്നതൊന്നുമില്ല. അതെങ്ങനെയാ മനസ്സിലാവുക? നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ചെറിയൊരു തലവേദന വരികയാണ്. ഈ തലവേദനക്ക് വേണ്ടിയിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് പറയാണ് CT സ്കാൻ ചെയ്യണം, MRI എടുക്കണം. അതൊക്കെ എടുത്തു, ടെസ്റ്റ് നടത്തണം, ബ്ലഡ് ടെസ്റ്റ് നടത്തണം. എല്ലാ ചെക്കപ്പും കഴിഞ്ഞതിന് ശേഷം പറയാണ് ചെറിയൊരു നീർക്കെട്ട് പോലെ തലച്ചോറിൽ കാണുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊരു സംശയം മാത്രമാണ്. അപ്പോഴും പേടിക്കാനൊന്നും ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല. പിന്നീട് ആ നീർക്കെട്ട് ഒന്നുകൂടി എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു നോക്കുമ്പോഴാണ് പറയുന്നത് കീമോ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം, ട്യൂമറാണ്, അല്ലെങ്കിൽ ക്യാൻസർ ആണ്, അല്ലെങ്കിൽ മറ്റേതോ തരത്തിലുള്ള വലിയൊരു രോഗമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് ഏറ്റവും വിലപിടിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാഹനം സ്വന്തം തടിയുടെ ചികിത്സക്ക് വേണ്ടി അത് വിൽക്കാൻ ഒരുങ്ങുകയാണ്. എവിടെ എത്തുന്നില്ല. പിന്നെയുള്ളത് ഒരു 10 സെന്റ് വീടിലുള്ള സ്വപ്നഭവനമായ ഏകസമ്പാദ്യം എന്ന് പറയാൻ ആഗ്രഹിച്ച് ആശിച്ചുണ്ടാക്കിയെടുത്തിട്ടുള്ള വീടാണ്. ആ വീട് വിൽക്കാൻ ഒരുങ്ങാണ്. ചികിത്സ മുന്നോട്ട് പോകണം. 40 ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വീട് വിൽക്കുമ്പോൾ ഈ മനുഷ്യന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുക്കുന്ന ഡോക്ടർ പറയാണ് 100% ഗ്യാരണ്ടി ഇല്ല. ട്രീറ്റ്മെന്റ് എത്രത്തോളം ഫലവത്താകും എന്നുള്ള കാര്യത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടറിനോ ഹോസ്പിറ്റൽ അധികൃതർക്കോ യാതൊരുവിധ ഉറപ്പുമില്ല. ആ ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ആ വീട് അവർ വിൽക്കാൻ ഒരുങ്ങാണ്. വീട് വിറ്റ് കഴിഞ്ഞാൽ ഉറപ്പില്ലാത്ത ചികിത്സ നടത്തുമ്പോൾ ആ വീട് വിൽക്കലോടുകൂടി ഭാര്യയും മക്കളും ഒന്നിക്കൽ വാടക വീട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. ചിന്തിച്ചു നോക്ക്. അതൊന്നും വകവെക്കാതെ ആ തടി ചികിത്സിക്കുന്നതിന് വേണ്ടി
സ്വന്തമുള്ള എല്ലാം 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 കൊടുത്തൊഴിവാക്കുകയാണ്. ഇനി നാം ഒന്ന് ചിന്തിക്കുക, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? അവന്റെ വാഹനമാണോ? അവന്റെ സ്വത്താണോ? സമ്പത്താണോ? അല്ല, അവന്റെ തടിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ആ തടി നമുക്ക് ഔദാര്യമായി നൽകിയ റബ്ബാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബിനിക്ക് നന്ദിയുള്ളവനാവാൻ ഈ പറയപ്പെടുന്ന രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് കണ്ടുവരികയാണ്. അല്ലാഹു എല്ലാ രോഗങ്ങളും തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ രോഗമില്ലാത്ത തടി തന്ന റബ്ബ്, പ്രയാസങ്ങളില്ലാത്ത തടി തന്ന റബ്ബ്, ആഫിയത്ത് തന്ന റബ്ബ്, ആ റബ്ബിനിക്ക് നന്ദിയുള്ളവരാവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധ റമളാൻ. ആ റമളാന് നമ്മൾ അലസതയോടെ, അലക്ഷ്യമായി, റമളാനിനെ പരിഗണിക്കാതെ റമളാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഖേദിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, പരിശുദ്ധ റമളാൻ, ഈ റമളാൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. പരമാവധി റബ്ബിലേക്ക് അടുക്കുക, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക. അല്ലാഹു റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.